ഏതോ കാലത്തു നിന്നും ഒഴുകിയെത്തുന്ന നിർമ്മലമായ പമ്പ. ആ പമ്പയുടെയും അച്ചൻകോവിലാറിൻ്റെയും മണിയാറിൻ്റെയും തീരത്ത് പുലരുന്ന നിർമ്മലമായ മനോഹരമായ ഒരു സംസ്ഥാനമാണ് പത്തനംതിട്ട. വെറും ഒരു ജില്ലയല്ല, ഗംഭീരമായ പർവ്വത നിരകൾ നിറയുന്ന വന്യമായ സൗന്ദര്യത്തിൻ്റെ കാണാക്കാഴ്ചകൾ തീർക്കുന്ന ഗവി. തൃപ്പുഴ ഉന്മാദിനിയാകുമ്പോൾ ജലം ചിന്നിച്ചിതറുന്ന വെള്ളച്ചാട്ടമായി മാറുന്ന പെരുന്തേനരുവി. വന്യജീവിതങ്ങളുടെ സൗന്ദര്യം ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആദിവാസി ഗോത്ര സമൂഹം. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആരാധനാലയങ്ങളുടെ കേന്ദ്രമായ ശബരിമല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൺവെൻഷനായ മാരാമൺ, ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത്. അതെ, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ആരാധനാലയങ്ങളുടെയും ആത്മീയ ഉത്സവങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന പ്രകൃതിയുടെ തറവാടായ പത്തനംതിട്ടയിൽ നിന്നും തങ്ങളുടെ ഔദ്യോഗികമായ തിരക്കുകൾ മാറ്റിവെച്ച് നൈസർഗികമായ കഴിവുകളുടെ മാറ്റുരയ്ക്കാനായിട്ട് പത്തനംതിട്ടയുടെ സ്വന്തം ചുണക്കുട്ടികളുമായി ഞങ്ങളിതാ ആഴിയുടെയും പുഴയുടെയും നടുവിലായി ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ നാട്ടിലേക്ക്. ആ നാട് സന്ദർശിച്ച ലോർഡ് കേഴ്സൺ എന്ന വൈസ്രോയി ഹൃദയഹാരിയായ ആ സൗന്ദര്യം കണ്ട് കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിളിച്ച ആ നാട്ടിലേക്ക്, കവിത പോലെ മനോഹരമായ കുട്ടനാട്ടിലേക്ക്, കായലിന് ചുറ്റും ഇഴപിഴിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, അവിടെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ഉറച്ച പേശിയിൽ നിന്നും ഉതിർന്നു വീഴുന്ന വിയർപ്പ് തുള്ളികളുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞ തകഴിയുടെ നാട്ടിലേക്ക്, സ്വന്തം നാടിനോടുള്ള അഗാധമായ പ്രണയം കൈതക്കര കായലിലെ എന്ന ഗാനത്തിലൂടെ നിറച്ച വയലാറിൻ്റെ നാട്ടിലേക്ക്. അതെ, പ്രകൃതി ഭംഗിയാൽ ഗ്രാമീണ സൗന്ദര്യത്താൽ പച്ചവിരിച്ചു നിൽക്കുന്ന പുഞ്ചവയൽ പാടങ്ങളുടെ മാതൃകതയിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ആകർഷിക്കുന്ന കിഴക്കിൻ്റെ വെനീസിലേക്ക് വരുന്ന മെയ് 12-ാം തീയതി ഞായറാഴ്ച AMA പത്തനംതിട്ടയുടെ ചുണക്കുട്ടികൾ എത്തുന്നു. സർഗോത്സവത്തിന് എല്ലാവിധ ആശംസകളുമായിട്ട് ഞാൻ ഡോക്ടർ അശ്വതി, AMA പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്.